എച്ച് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ എച്ച് സി. ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ. ഇവിടെ എന്തോ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അല്ല, ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് ആയിരിക്കും നമ്മുടെ ടാങ്കിൻ്റെ കണ്ടീഷൻ, കാർഗോ ടാങ്കിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് സി ആണെങ്കിൽ ഒരു 11% കാണും, ഓക്സിജൻ ആണെങ്കിൽ ഒരു 4% കാണുമെന്ന് വിചാരിച്ചോ. ഈ ടൈമിൽ നീ എയർ ആഡ് ചെയ്യുക. എയർ നീ ആഡ് ചെയ്തപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർ ഇങ്ങനെ പോയി എയർ ആഡ് ചെയ്യുമ്പോൾ നിനക്ക് എച്ച് സിയും കുറയുമല്ലോ. എച്ച് സി കുറേ എയർ ആഡ് ചെയ്യുമ്പോൾ, കാരണം എച്ച് സി ഡിസ്പ്ലേസ് ചെയ്യാണല്ലോ എയർ. അപ്പോൾ ഇതിന് കുറഞ്ഞ് ഈ ഫ്ലെയിംബിലിറ്റി മിക്സ്ചറിൻ്റെ ഈ ഒരു ഇതില്ലേ ഇങ്ങോട്ട് വരും. ഇതിൻ്റെ അകത്തൂടെ പോകുന്നതുകൊണ്ട് എക്സ്പ്ലോഷൻ സംഭവിക്കും. മനസ്സിലായോ? എയർ ആഡ് ചെയ്യുമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഐ ജി ഇവിടെ ഇടും. ഈ എയർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഐ ജി ഇടും, ഡൈല്യൂഷൻ വിത്ത് ഐ ജി ഇനർട്ട് ഗ്യാസ്. അപ്പോൾ നേരെ താന്ന് ഒരു 4% എച്ച് സി അവിടെ ആവും. നമ്മൾ ഐ ജി ഇട്ട് കുറച്ച് ഐ ജി ഇടുന്നത് വെച്ചാൽ എച്ച് സി കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഐ ജി ഇടുന്നത്. അപ്പോൾ ഐ ജി ഇട്ടിട്ട് ഒരു 4% ആവും. ഈ 4% ആയി കഴിഞ്ഞിട്ട് നീ എയർ ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെ പോയി ഈ ഒരു അറ്റം കണ്ടോ, ഈ അറ്റത്തിൽ കൂടെ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ സംഭവിക്കാനും ചാൻസ് ഉണ്ട്, റിസ്ക്കാണ്. അപ്പം നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നില്ല, ക്രിട്ടിക്കൽ ഡൈല്യൂഷൻ വിത്ത് എയർ ഫോളോ ചെയ്യുന്നില്ല. പകരം കുറച്ചും കൂടെ കുറയ്ക്കും, ഒരു 3 ആകും, 3-2 ആക്കും പെർസെൻറ്റേജ് എച്ച് സി. എന്നിട്ട് നമ്മൾ എയർ ആഡ് ചെയ്യും. ഇവിടെ ഇത്രയും കുറച്ചിട്ട് എയർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പോകും. അപ്പം ഫ്ലെയിമബിൾ മിക്സറിൻ്റെ അടുത്ത് എത്തത്തില്ല ഈ ലൈന്. അപ്പം എക്സ്പ്ലോഷൻ സംഭവിക്കത്തില്ല. പിന്നെ ഈ സി എന്ന് വെച്ചാൽ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റും ഡി എന്ന് വെച്ചാൽ അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റും. ഇതിൽ നിന്നും ദൂരെ ആയതുകൊണ്ട് നമുക്ക് സംഭവിക്കത്തില്ല.